നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ഊർജിതമായി തുടരുന്നു. രാജസ്ഥാനിലെ യുവമോർച്ച നേതാവും സഹോദരനുമടക്കം 5 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. ചോദ്യപേപ്പർ കിട്ടിയ 200ഓളം പേരിൽ കേരളത്തിൽ നിന്നുള്ള 2 പേരും ഉണ്ടെന്നാണ് വിവരം. നിധിൻ വിവരങ്ങളുമായി ചേരും. നിധിന്, ഈ ഒരു വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണല്ലേ? നിധിൻ, കേൾക്കാമോ? ഏതായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച പരീക്ഷ അത് വീണ്ടും നടക്കുമെന്നുള്ള വിവരം. ഇതിനിടയിൽ ചില വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കോടതിയെ സമീപിച്ചിരിക്കുന്നു. ചോർച്ച നടന്ന സ്ഥലങ്ങളിൽ മാത്രം പരീക്ഷ നടത്തിയാൽ മതി എന്നുള്ള ആവശ്യം കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതിനിടയിലാണ് കേരളത്തിൽ നിന്നുള്ള 2 പേരും ഈ ചോർച്ച 200ഓളം പേരിൽ ചോദ്യപേപ്പർ കിട്ടിയ 200ഓളം പേരിൽ കേരളത്തിൽ നിന്നുള്ള 2 പേരുമുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് നിർണായകമായ ഒന്നാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി കേരളത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കും. ഇതിന് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഹലോ, അതെ രഞ്ജിത്ത് സാർ, നീറ്റ് എക്സാം ചോദ്യപേപ്പറിനെ തുടർന്ന് CBI അന്വേഷണം നല്ല ഊർജിതമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിൽ നിന്നും 5 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിൽ രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻ സംഘം 2 സഹോദരങ്ങളെ, രാജസ്ഥാൻ യുവമോർച്ച പ്രവർത്തകരായ 2 സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിൽ സഹോദരങ്ങളായ മംഗിലാൽ ബിവാൽ, ദിനേശ് ബിവാൽ എന്നിവരെ ആണ് രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്ത് CBIയിലേക്ക് കൈമാറുകയാണ് പിന്നീടുണ്ടായത്. ഇവരെ അതീവ രഹസ്യമായാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശരി നിതിൻ, ശരി. നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.